ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ യോഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും മുസ്ലിം പ്രീണന നയങ്ങളാണ്. ഹിന്ദു വോട്ട് ലക്ഷ്യമാക്കിയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് മുസ്ലിം വോട്ട് ബാങ്കിലും വലിയ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ജനസംഖ്യയിൽ 14% വരുന്ന മുസ്ലിങ്ങൾക്ക് രാജ്യത്തെ 86 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20%-ലധികം വോട്ടുണ്ട്. ഇതിൽ 16 മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് 50%-ലേറെയാണ്. ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുകൾ ഉള്ളത്. 2019 മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള 86 ലോക്സഭാ മണ്ഡലങ്ങളിൽ 36 വിജയിച്ചത് BJP ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകളിൽ ഭിന്നതയും ചോർച്ചയും ഉണ്ടായിരുന്നു. മുസ്ലിം വോട്ടിൻ്റെ ഭിന്നതയും ചോർച്ചയും എങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സമീപകാലത്തെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ മതിയാകും. സംസ്ഥാനത്തെ 23 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മുസ്ലിം വോട്ടുകൾ നിർണായകമായിട്ടുള്ളത്. ഇതിൽ 7 മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് 40%-ലധികമാണ്. 2014 ഹിന്ദു വോട്ട് BJPയിലേക്ക് കേന്ദ്രീകരിച്ചിരുന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള 23 മണ്ഡലങ്ങളിൽ 22 മണ്ഡലങ്ങളിലും വിജയിച്ചത് BJP ആയിരുന്നു. മുസ്ലിം ജനസംഖ്യ 50%-ലേറെയുള്ള രാംപൂർ, സാമ്പൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ പോലും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതേസമയം 2019 സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യമായി മത്സരിച്ചപ്പോൾ 23 മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിൽ BJP പരാജയപ്പെട്ടു. 2014-ലും 2019-ലും മുസ്ലിം വോട്ടുകളിൽ ചോർച്ച ഉണ്ടായെങ്കിൽ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തൽ. ഇതുവരെയുള്ള പൊതു വോട്ടിംഗ് ശതമാനത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഇത്തവണ മുസ്ലിം വോട്ടർമാർ കൂടുതലായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രചാരണം മുസ്ലിം വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനവിന് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് പോൾ ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ മുസ്ലിം വോട്ട് പ്രതിപക്ഷ പാർട്ടികളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായി ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നുവെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. രണ്ട് മുന്നണികളും കണക്കുകൂട്ടലുകളിൽ പ്രതീക്ഷ വച്ചു പുലർത്തുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. ദില്ലിയിൽ നിന്നും B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.